ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ നിമിഷപ്രിയയുടെ വീഡിയോയുടെ പിന്നാമ്പുറങ്ങളാണ്. എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ ഈ വധശിക്ഷയുടെ തീർപ്പ് ഇത്ര നീണ്ടുപോകുന്നത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വധശിക്ഷ നമുക്ക് മാറ്റിവെക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ ഫലപ്രദമായിക്കൊണ്ടിരിക്കുന്നു എങ്കിലും ഇതുവരെയ്ക്കും ആകാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഇടപെടലുകളെല്ലാം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ മൂലം നടക്കുന്നുണ്ട്. എന്തായാലും നീട്ടിവെക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് നിമിഷപ്രിയയെ ചെയ്ത തെറ്റ്? എന്തിനാണ് നിമിഷപ്രിയയെ യമനിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, നിമിഷപ്രിയ തെറ്റുകാരിയാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എന്തായാലും ഈ വിഷയം ഇപ്പോൾ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. പല സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ സർക്കാരും വിചാരിച്ചിട്ട് കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഈ ഇന്ത്യൻ നേഴ്സ് നിമിഷപ്രിയയുടെ ഈ കേസിലെ പുരോഗതികൾ നന്നായി ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ നേഴ്സ് എപ്പോഴാണ് യമനിലേക്ക് എത്തിയത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ, 2008 നിമിഷപ്രിയ യമനിലെത്തിയത്. ഒരു പ്രസിദ്ധ ആശുപത്രിയിൽ നേഴ്സായാണ് എത്തിയത്. അതേ തുടർന്ന് ഒരു യമൻ പൗരനെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന കേസിലാണ് യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് സർക്കാരും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്ന് യമൻ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നിമിഷപ്രിയയ്ക്ക് എതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, നമുക്കിതിനെ കുറിച്ച് പഠിക്കാൻ ഒരു അത്യാവശ്യമാണ്. ഏത് സാഹചര്യത്തിലാണ് യമൻ കോടതി ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ നയതന്ത്രമായ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നും കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നിമിഷപ്രിയ എങ്ങനെ എവിടെ എത്തി, എവിടെയുള്ള സ്ത്രീയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ ടോമി എന്ന് പറയുന്ന ഈ സ്ത്രീ. 2008 മുതലാണ് നിമിഷപ്രിയ യമനിൽ ജോലി ചെയ്തു വരുന്നത്. 2011 നിമിഷപ്രിയ തിരികെ കേരളത്തിലെത്തുകയും ടോമി തോമസ് എന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്യുകയും ചെയ്തു. വിവാഹശേഷം നിമിഷപ്രിയ തന്റെ ഭർത്താവിനൊപ്പം യമനിലേക്ക് തിരികെ മടങ്ങി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, 2014 യമനിലെ ഒരു ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായി തുടരുന്നതിനെ തുടർന്ന് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി തോമസ് തിരികെ നാട്ടിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഒരു കുട്ടിയും ജനിച്ചിരുന്നു, ഒരു പെൺകുഞ്ഞാണ്. അങ്ങനെ മകളോടൊപ്പമാണ് ടോമി തോമസ് കേരളത്തിലേക്ക് മടങ്ങിയത്. എന്നാൽ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ യുവതി യമനിൽ തന്നെ തുടരുകയും ചെയ്തു. അതോടൊപ്പം 2015 ഈ നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും, ഈ ആശുപത്രിയിൽ സ്ഥിരം ചികിത്സക്കാരനായിരുന്നു ഈ തലാൽ എന്ന് പറയുന്ന യമനി പൗരനായ ഈ ചെറുപ്പക്കാരൻ. അദ്ദേഹവുമായിട്ടാണ് ഈ നിമിഷപ്രിയ പ്രണയത്തിലായതെന്ന് പറയപ്പെടുന്നു.
അങ്ങനെ ആ യമനി പൗരനെ വിവാഹം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അയാളുമായി ചേർന്ന് യമനിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇതിനോടകം ഈ പൗരനുമായി ഇവർ ഈ നിമിഷപ്രിയ കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അത് ഔദ്യോഗികമായി അംഗീകരിക്കാത്ത വിവരങ്ങളാണ്, എങ്കിലും നമ്മൾക്ക് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഇത് യമൻ കോടതി രേഖകൾ പ്രകാരമാണ് 2017 ജൂലൈ മാസത്തിൽ നിമിഷപ്രിയ തലാൽ അബ്ദോ മഹദിക്ക് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും, അതായത് മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പോലെ MDMA കഞ്ചാവൊന്നും അല്ല കേട്ടോ, അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് ഓവർഡോസ് കൊടുത്താണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു. അതേ തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായത്തോടു കൂടി മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് ബാഗുകളിൽ ആക്കി, അതാണ് ഇതിൽ അതിക്രൂരത എന്ന് പറയപ്പെടുന്നത്. കൊന്ന ശേഷം കാറിൽ ദൂരം കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പൗരനെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തത്. എത്ര ക്രൂരമാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ഈ തലാൽ മെഹദിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലാവുകയാണ് ചെയ്തത്. അങ്ങനെ യമനിലെ സനയിലുള്ള കോടതിയിൽ ഒരു ഘട്ടത്തിൽ ഈ നിമിഷപ്രിയ ഈ യമൻ പൗരന്റെ കൊലപാതകം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് യമനിലെ സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ വിധിക്കെതിരെ നിമിഷപ്രിയ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു എങ്കിലും സുപ്രീം കോടതിയും അവരുടെ അപ്പീൽ തള്ളിക്കൊണ്ട് വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. കാരണം തെളിവുകൾ അവർക്ക് എതിരായിരുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി പോലും ഈ വധശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ ജയിലിൽ വധശിക്ഷയ്ക്ക് കാത്തു കഴിയാൻ ഉണ്ടായ സംഭവം. എന്നാൽ അതിനുശേഷവും നിമിഷപ്രിയ വെറുതെ ഇരുന്നില്ല. അവിടെ നിന്നുകൊണ്ട് യമൻ പ്രസിഡന്റിന് ദയാ ഹർജി നൽകിയെങ്കിലും യമൻ പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ കുടുംബം ദയാനിധി, അതായത് ബ്ലഡ് മണി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം ഈ വധശിക്ഷയും ജയിലിലായ വിവരവും എല്ലാം നാട്ടിൽ അറിഞ്ഞു തുടങ്ങിയെങ്കിലും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള എല്ലാ നയപരമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യം അത്ര ക്രൂരമായതിനാൽ നയതന്ത്രപരമായ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് യമനിലെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ശരിയത്ത് നിയമവ്യവസ്ഥയാണ്. സൗദിയിലൊക്കെ ഉള്ളവർക്ക് അറിയാം ഈ ശരിയത്ത് നിയമവ്യവസ്ഥ എന്താണെന്ന്. അതേ നിയമവ്യവസ്ഥ തന്നെയാണ് ഈ യമനിലും ഉള്ളത്. ഈ ശരിയത്ത് നിയമം എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ വളരെ കർശനമായി കൊണ്ടുപോകുന്നതാണ്. ഈ ശരിയത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും അതോടൊപ്പം തന്നെ പ്രതിയുടെ കുടുംബത്തിന് പ്രതിയിൽ നിന്നും ദയാധനം അഥവാ ബ്ലഡ് മണി സ്വീകരിക്കുവാനുള്ള അനുവാദമുണ്ട്, അധികാരവുമുണ്ട്. ആ ഒരു നിമിഷം അവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ വധശിക്ഷ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അതിനർത്ഥം എന്ന് പറയുന്നത്. അതാണ് ശരീഅത്ത് നിയമത്തിന്റെ ഒരു പ്രത്യേകത. അവസാന നിമിഷം വരെയും ഈ കുടുംബം ഈ നിമിഷപ്രിയയോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് കൊണ്ടുപോയി വാളോങ്ങുന്ന വാളാൽ കൊല്ലിപ്പള്ളിയല്ല, തൂക്കുന്ന ആ നിമിഷം വരെയും ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കൾ ക്ഷമിച്ചു എന്നൊരു വാക്ക് കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചാൽ തീർച്ചയായും ആ നിമിഷം തന്നെ വധശിക്ഷ റദ്ദാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അതാണ് ശരീഅത്ത് നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെയും അത് തന്നെ സംഭവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഈ ഒരു യമൻ പൗരന്റെ കുടുംബം
തലാലിന്റെ കുടുംബം അങ്ങനെ ഒരു ദയാമണി അല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാത്തതിന്റെ പേരിൽ നിമിഷപ്രിയയുടെ മുന്നിൽ മറ്റു വഴികളൊന്നും അവശേഷിക്കുന്നില്ല. ഇനി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. സുപ്രീം കോടതിയിൽ പോയി യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകി. ഇതെല്ലാം പ്രതികൂലമായാണ് നിമിഷപ്രിയയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം വധശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. ആ സ്ഥിതിക്ക് ഇനി ഒരു മുൻപോട്ടുള്ള ഒരു നീക്കം ഇല്ല എന്നുള്ളത് സത്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഹൂതി വിമതരുടെ അധീനതയിലുള്ള കോടതികളിലാണ് ഈ നിമിഷപ്രിയയുടെ വിചാരണ നടന്നതെങ്കിലും, അതായത് ഹൂതികളുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതും നിമിഷപ്രിയയുടെ മോചനത്തിന് ഒരു പ്രതികൂലമായി. ഉള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നു വരികയാണ്, അവസാനിപ്പിച്ചിട്ടില്ല. അടുത്തത് 16-ാം തീയതി, അതായത് നാളെയാണ് വധശിക്ഷ നടക്കാനിരിക്കുന്ന ദിവസം. ഇവിടെയും ഒരു മിറാക്കിൾ സംഭവിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബ്ലഡ് മണി കൊടുത്ത് നിമിഷയെ രക്ഷിക്കാനുള്ള ഒരു ആക്ഷൻ കൗൺസിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഫലം കാണും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ജൂലൈ 16-ന് നിമിഷയുടെ വധശിക്ഷ നടപ്പാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സർക്കാരും അതുപോലുള്ള സന്നദ്ധ സംഘടനകളും കാന്തപുരം മുസ്ലിയാർ പോലുള്ള മത നേതാക്കന്മാരും ആയി ചേർന്ന് അവിടുത്തെ ഗോത്രവർഗ മത നേതാക്കന്മാരുമായുള്ള സംസാരത്തിൽ, ഇടപെടലുകളിലൂടെ, ചർച്ചകളിലൂടെ ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടന്നു വരികയാണ് ഇപ്പോഴും. ഇന്നും അതിൻ്റെ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ചർച്ചകൾ നടന്നിരുന്നു. അതിൽ നമുക്കൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ന് പൂർണ്ണമായും അതിൻ്റെ ഒരു ശുഭപ്രതീക്ഷ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കേണ്ടത്. അങ്ങനെയുള്ള അനുകൂലമായ ഒരു വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിമിഷപ്രിയ ഈ ഒരു ഇന്ത്യൻ പൗര ആണ് എന്നുള്ളത് കൊണ്ട് യമനിൽ ചെയ്ത ഈ കൊടും കുറ്റത്തിന് യമൻ കോടതിക്ക് ഏത് തരത്തിൽ വെറുതെ വിടാൻ സാധിക്കും? ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയയെ കുറ്റമുക്തയാക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഫലം കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിമിഷപ്രിയ ചെയ്ത തെറ്റ് എത്രത്തോളം ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്നുള്ള ഒരു ചോദ്യവും കോടതിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മനുഷ്യജീവനെ തൂക്കുകയറിൽ നിന്ന് രക്ഷിക്കേണ്ടത്, ഒരു മനുഷ്യജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സഹജീവികളുടെ ഒരു കടമയാണെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിനായി നമുക്ക് നയതന്ത്രപരമായ എല്ലാ ഉപാധികളും എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണമെന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ നിമിഷപ്രിയ തലാൽ മെഹന്തിയിൽ നിന്ന് സാമ്പത്തികവും ലൈംഗികവുമായ എല്ലാവിധ ത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾക്കും ഇരയായിട്ടുണ്ട്, പീഡനങ്ങൾ നേരിട്ടിരുന്നു എന്നുള്ളതിനും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ തലാലിന്റെ കയ്യിലാണ് അകപ്പെട്ടു പോയതെന്നും തലാൽ ഈ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് എടുത്തിരുന്നു എന്നും, അങ്ങനെ ഈ നിമിഷപ്രിയയ്ക്ക് തിരികെ നാട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത് യമൻ പൗരനിൽ നിന്ന്. അതുകൊണ്ടാണ് ഈ കൊലപാതകം നിമിഷപ്രിയയ്ക്ക് ചെയ്യേണ്ടി വന്നത് രക്ഷപ്പെടാൻ വേണ്ടി ആണ് എന്നുള്ളതും ഒരു സത്യമാണ്. ഇങ്ങനെയാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷെ അവിടുന്ന് കോടതിയിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ടി അനുവദിച്ചിരുന്ന അഭിഭാഷകനും അവിടുത്തെ യമൻ പൗരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രത്തോളം അദ്ദേഹം വാദിക്കും എന്നുള്ളത് കാര്യം നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അത്രത്തോളം കേസ് പഠിച്ച് വാദിക്കുന്ന ഒരു വക്കീലിന് മാത്രമേ ഇത് വിജയം കൈക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിവരവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നതും. ഈ യമൻ പൗരനിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു നിമിഷപ്രിയ എന്നുള്ളതിനുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ ഈ
നിമിഷപ്രിയയുടെ വക്കീലിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ നിമിഷപ്രിയയുടെ വക്കീലിന്റെ വാദങ്ങളെല്ലാം യമൻ കോടതി തള്ളിക്കളഞ്ഞതും. അതായത് ഇപ്പോൾ നമ്മൾക്കെല്ലാവർക്കും മനസ്സിലായി കാണും എത്രത്തോളം സങ്കീർണമാണ് നിമിഷപ്രിയയുടെ ഈ കേസ്. ഈ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായ ഒരു കേസ് തന്നെയാണ്. നമ്മൾ ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കേസ് അവർ ശിക്ഷ അംഗീകരിച്ചുകൊണ്ടാണ്, അതായത് ശിക്ഷ നിരുപാധികം ഈ കേസ് അവർ പഠിച്ചതിന് ശേഷം ആണ് ഈ വധശിക്ഷ വിധിക്കപ്പെട്ടത്. ആ വിധിയെ നമ്മൾ മറികടക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നയതന്ത്ര ഇടപെടലുകളിലൂടെ അല്ലാതെ ഈ കോടതിക്ക് ഈ വധശിക്ഷ മാറ്റി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നീട്ടിവെക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഇടപെടലുകളിലൂടെയാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും സംഘവും അവിടുത്തെ ഗോത്ര നേതാക്കന്മാരുമായൊക്കെ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഇന്നും ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ശുഭഫലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ ഒഴിവാകുന്ന ഒരു നിമിഷം നമുക്ക് ആ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം.